ഹിപ്നോട്ടിസത്തിലൂടെ നമുക്ക് മരിച്ചവരെ കാണാൻ പറ്റും. അങ്ങനെ ഒരു സ്റ്റേറ്റ് ഹിപ്നോട്ടിസത്തിലേക്ക് പോകുമ്പോഴേക്കും അത് ചെയ്യുന്നവർക്ക് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? സ്ട്രീറ്റ് ഹിപ്നോട്ടിസത്തിലാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വ്യക്തികൾക്ക് ട്രോമാസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത. ഈ ആത്മാക്കൾ എന്നുള്ള കാര്യത്തിൽ ഗോവിന്ദ് വിശ്വസിക്കുന്നില്ല. ഇന്ന രീതിയിലല്ലേ വന്ന് ഡ്രീമിൽ പറഞ്ഞത്, ഇത് ഇങ്ങനെയാണല്ലോ. ശരിക്കും പറഞ്ഞ ആൾ എൻ്റെ അടുത്ത് വന്ന് തന്നെ പറഞ്ഞു പറ്റി, എന്താ ശരിക്കും നടക്കുന്നത്, പ്രേതം ശരിക്കും ഉണ്ടല്ലേ. ഹിപ്നോതെറാപ്പിയിൽ നേരിട്ട് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ അടുത്ത് പോയിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഹിപ്നോട്ടിക് ഫേസ് എന്ന് പറയുന്നത് when you are talking with your partner. Guided meditation is kind of like hypnotism. നമ്മൾ ആ ഒരു അതർ സ്റ്റേജിലേക്കാണ് കൊണ്ടുപോകുന്നത്. പൊതുവേ കൗൺസിലിംഗ് സെഷൻസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു വ്യക്തിയുടെ റാപ്പോ ബിൽഡ് ചെയ്യാൻ തന്നെ ഒരു 2 to 3 സെഷൻസ് ഉണ്ട്. അപ്പൊ ഈ ഓവർ തിങ്കിങ്ങിന്റെ ഇഷ്യൂല് ഇതെങ്ങനെയാ വർക്ക് ആവുന്നത്? അതും ചൈൽഡ്ഹുഡ് ട്രോമ തന്നെയായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഹിപ്നോതെറാപ്പിസ്റ്റ് ഗോവിന്ദാണ്. ഗോവിന്ദ് നമസ്കാരം. നമസ്കാരം. നമുക്ക് എല്ലാവർക്കും പലപ്പോഴും തോന്നാറുള്ള സംശയങ്ങളാണ് ഈ ഹിപ്നോതെറാപ്പി അല്ലെങ്കിൽ ഹിപ്നോട്ടിസം, ഇതിന്റെ ഡിഫറൻസ് എന്താണ് എന്നുള്ളത്. ഇതിന്റെ ആക്ച്വലി ഡിഫറൻസ് എന്താ? ഹിപ്നോട്ടിസം എന്ന് പറയുന്ന ഒരു ട്രാൻസ് സ്റ്റേറ്റിലേക്ക് പോകുക എന്നുള്ളത് മാത്രമാണ്. നമ്മുടെ മൈൻഡിൻ്റെ ഒരു അവെയർ സ്റ്റേറ്റിലേക്ക് പോകുന്നു എന്നുള്ളതിനെ ഹിപ്നോട്ടിസം എന്നും, അതിനെ ഒരു തെറാപ്യൂട്ടിക് ആസ്പെക്റ്റിൽ നമ്മുടെ മൈൻഡിൽ കുറേ മാറ്റങ്ങൾ വരുന്നതിനാണ് ഹിപ്നോ തെറാപ്പി എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഒരു ആങ്സൈറ്റി, ഡിപ്രഷൻ, സ്റ്റേജ് ഫ്രൈറ്റ്, ഫോബിയ, ഫിയേഴ്സ് എന്താണെന്നുണ്ടെങ്കിലും അതൊക്കെ മാറ്റുന്നത് തെറാപ്യൂട്ടിക് ആസ്പെക്റ്റിലാണ്. അപ്പോൾ ഹിപ്നോ തെറാപ്പിയാണ്. ഹിപ്നോട്ടിസം അല്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ വരാറുള്ള കാര്യമാണ് ഒരു ഹിപ്നോട്ടിക് ട്രാൻസ് സ്റ്റേറ്റിലേക്ക് പോകുക എന്നുള്ളത് തന്നെ. ലൈക്ക് ഫോർ എക്സാമ്പിൾ ബുക്ക് വായിക്കുന്ന സമയത്ത് ബുക്കിനകത്ത് നമ്മൾ അത്രയും ഇൻഡെപ്റ്റ് ആയിട്ടിരുന്ന് പോകുന്നത്, അല്ലെങ്കിൽ മൂവി കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ലോങ് ട്രാവൽ പോകുന്നത്, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടുമായിട്ടിരുന്ന് സംസാരിക്കുന്നത് തന്നെ പറഞ്ഞാൽ മതി. നമ്മൾ ആ ഒരു ഫ്രണ്ടുമായിട്ടിരുന്ന് അത്രയും ഒരു ഡീപ്പ് കോൺവെർസേഷൻ എത്തുമ്പോഴത്തേക്കും സമയം പോകുന്ന അറിയത്തില്ല. ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഹിപ്നോട്ടിക് ഫേസ് എന്ന് പറയുന്നത് when you are talking with your partner. ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. കുറച്ച് നേരം കഴിഞ്ഞ് ഫോൺ എടുത്ത് സമയം നോക്കുമ്പോഴത്തേക്കും 1 or 2 മണിക്കൂറൊക്കെ പാസ്സായിട്ടുണ്ട്. യു ആർ ഇൻ ദാറ്റ് സ്റ്റേറ്റ് ഓഫ് ട്രാൻസ് ഡ്യൂറിങ് ദാറ്റ് ടൈം. അതാണ് ഹിപ്നോട്ടിസം എന്ന് പറയുന്നത്. ഈ ട്രാൻസ് ആ ഒരു വേർഡിനെ സംബന്ധിച്ചും കുറേ ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇപ്പം ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഞാനൊക്കെ വിചാരിച്ചിരുന്നത് ട്രാൻസ് മോഡിലേക്ക് പോവുക എന്നുള്ളത് വെച്ചോണ്ടിരുന്നത് നമ്മളൊരു പകുതി ബോധത്തോടുകൂടിയും പകുതി ഒരു അബോധാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു സ്റ്റേജാണ് ആക്ച്വലി ഈ ട്രാൻസ് സ്റ്റേജിലേക്ക് പോവുക എന്നുള്ളതാണ് വിചാരിക്കുക. അതായത് ഒരു സ്ലീപ്പ് മോഡിലേക്ക്, ഒരു പകുതി സ്ലീപ്പ് മോഡിലേക്ക് പോകുന്നതാണ് ട്രാൻസ് എന്നുള്ളതാണ്. ഇപ്പോൾ ആക്ച്വലി സ്പീക്കിംഗ് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴും ഈ ട്രാൻസ് മോഡിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് ഗോവിന്ദ് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ഒരു വണ്ടർ അടിച്ചു പോയി പെട്ടെന്ന് കേട്ടപ്പോൾ. ആളുകൾക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയില്ലേ? ഉണ്ട്. കാരണം ഈ ട്രാൻസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ ഫ്രീക്വൻസി നോക്കുകയാണെങ്കിൽ പല ലെവൽസ് ഉണ്ട്. ബീറ്റ ലെവൽ, ആൽഫ, തീറ്റ, ഡെൽറ്റ. ബീറ്റ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബീറ്റ ലെവൽ ഓഫ് അവയർനെസ്സിലാണ്. ആൽഫ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ അവെയർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്. ഈ ആൽഫ സ്റ്റേറ്റ്, ജനറൽ ആയിട്ടുള്ള ഒരു ആൽഫ സ്റ്റേറ്റ് വരുമ്പോഴത്തേക്കും നമ്മൾ ഉറങ്ങത്തില്ല. നമ്മളിപ്പോൾ പൊതുവേ നമ്മളൊരു ആൽഫ സ്റ്റേറ്റ് ആയിരിക്കും നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ വരുന്നതാണ് തീറ്റ ഫേസ്. അവിടെയാണ് നമുക്ക് ഡ്രീംസ് കിട്ടുന്നത്. ചില ഹിപ്നോട്ടിക് സെഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്റ്റേജൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് റാപ്പിഡായിട്ട് ഒരു ഇൻഡക്ഷൻ ചെയ്തിട്ട് ഒരു തീറ്റ ഫേസിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇമേജസ് കാണാനായിട്ട്, ഇപ്പോൾ തൊട്ട് മുന്നിൽ മോഹൻലാൽ നിൽക്കുന്നു, അല്ലെങ്കിൽ റൊണാൾഡോ നിൽക്കുന്നു, അല്ലെങ്കിൽ ഈ തൊട്ട് ഫ്രണ്ടിൽ ഒരു പാമ്പ് കിടക്കുന്നു, അതൊക്കെ പറയുമ്പോൾ ആ തീറ്റ സ്റ്റേറ്റ് ഓഫ് അവയർനെസ്സിൽ പോകുമ്പോഴാണ് അത്രയും ഒരു മാറ്റം വരുന്നത്. ഡെൽറ്റ ഫേസ് എന്ന് പറഞ്ഞാൽ ഡീപ്പ് സ്ലീപ്പ് സ്റ്റേറ്റിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഉള്ളത്. നമ്മൾ ഹിപ്നോട്ടിസം ചെയ്യുമ്പോഴത്തേക്ക്, ഹിപ്നോ തെറാപ്പി ചെയ്യുന്ന സമയത്തേക്ക് ജനറലി നമ്മൾ ആൽഫ സ്റ്റേറ്റിലേക്ക് മാത്രമേ പോകുന്നുള്ളൂ. നമ്മൾ തെറാപ്പി ചെയ്യുമ്പോഴത്തേക്കും അത്രയും എന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ നിന്ന് കുറേ സാധനങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ട്രോമയായിട്ട് വരുന്ന ക്ലയൻറ്റ്, ഈ വ്യക്തി എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോഴത്തേക്കും ഈ വ്യക്തിയുടെ ട്രോമ എന്താണെന്നുള്ളത് ആ വ്യക്തി എനിക്ക് പറഞ്ഞു തരണം. ഹിപ്നോട്ടിസത്തിൻ്റെ വേറൊരു മിത്താണ് ലൈക്ക് മറ്റേ സിനിമയിൽ മൈൻഡ് റീഡിങ്ങിൻ്റെ അല്ല ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ, ഒരു സിനിമയിൽ ലൈക്ക് കൽപ്പനയുടെ മൈൻഡ് വായിക്കുന്ന ഒരു സീനുണ്ടല്ലോ, ഹിപ്നോട്ടിസം എന്ന് വെച്ചാൽ ഉറങ്ങിക്കടന്ന് ഉറക്കത്തിൽ നിന്ന് പറയുന്നത്.
തെറ്റായ ഒരു ധാരണയാണ്. അത് ശരിയാണ്. അതാ ഞാൻ ചോദിച്ചത്. നമ്മുടെ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ മീൻസ് നിങ്ങൾ ഉറങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൈൻഡിലുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ വിളിച്ചു പറയുന്ന ഒരു അവസ്ഥ. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു തെറാപ്പി അല്ല ഹിപ്നോട്ടിസം എന്തോ ചെയ്ത് ആ ഒരു സമയത്ത് എനിക്ക് പേടി എന്താന്ന് വെച്ചാൽ ഞാൻ ഇനി എന്തെങ്കിലും വിളിച്ചു പറയോ എന്നുള്ളതൊക്കെയായിരുന്നു. അതുകൊണ്ട് ഞാൻ പേടിച്ചിട്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഈ ഒരു മിസ്കൺസെപ്ഷൻ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. ജനറലി എൻ്റെ അടുത്ത് വരുന്ന ക്ലയൻസ് അവർ കാണുന്ന പറഞ്ഞ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടാണ് കാണുന്നത്. കോൺഫിഡൻസിൻ്റെ പ്രശ്നം മാറ്റും, കൗൺസിലിംഗ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ പറയും നമുക്കൊരു ഹിപ്നോതെറാപ്പി സെഷൻ ചെയ്ത് നോക്കിയാലോ. ഹിപ്നോതെറാപ്പി ഉറക്കി കിടത്തുന്ന സാധനം വേണ്ട. അയ്യോ ഇതെങ്ങനെയൊന്നും അല്ല, നമ്മൾ ചെറുതായിട്ടൊരു ഗൈഡഡ് മെഡിറ്റേഷൻ സെഷനാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടാണ് പിന്നീട് ചെയ്യുന്നത്. ഗൈഡഡ് മെഡിറ്റേഷൻ ഈസ് കൈൻഡ് ഓഫ് ലൈക്ക് ഹിപ്നോട്ടിസം ഉള്ളി. നമ്മൾ ആ ഒരു അവെയർ സ്റ്റേറ്റിലേക്കാണ് കൊണ്ടുപോകുന്നത്. ആ ഒരു അവെയർ സ്റ്റേറ്റിൽ കൊണ്ടുവന്നിട്ട് സജഷൻസ് ഇട്ട് കൊടുക്കുന്നു എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത്. അതിന് ആ ഒരു ഡീപ്പ് സ്ലീപ്പ് സ്റ്റേറ്റിലോ ആ ഒരു ഡീപ്പർ ട്രാൻസ് സ്റ്റേറ്റിലോ പോകേണ്ട യാതൊരു ആവശ്യമില്ല. ജനറലി സ്പീക്കിംഗ് അത് പോകുന്നത് ചില ഗൈഡഡ് മെഡിറ്റേഷനിൽ പോകാറുണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ഒക്കെ കൂട്ടുക, അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഡീപ്പിൽ പോയിട്ട് ഒരു സജഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുക. ലൈക്ക് യു ഡോണ്ട് ഹാവ് ടു സേ എനിത്തിങ് ടു മീ. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിനകത്ത് നമുക്കൊരു ഡീപ്പർ സ്റ്റേറ്റിലേക്ക് പോയിട്ട് അവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. തെറാപ്പി സെറ്റിങ്ങിലാണ്. അല്ലാത്ത പക്ഷേ എനിക്ക് പറയണം എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ബോധം വേണ്ടേ? ശരിയാ. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാലേ ഇപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കൗൺസിലിങ്ങിന് പോവാം എന്നുള്ളൊരു തീരുമാനമായിരിക്കുമല്ലോ ഫസ്റ്റ് എടുക്കുക. അപ്പോൾ ഒരു കൗൺസിലിങ്ങിന് പോകുന്നതാണോ നല്ലത്, അതോ ഒരു ഹിപ്നോ തെറാപ്പിക്ക് പോകുന്നതാണോ നല്ലത്? രണ്ടും വേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. കൗൺസിലിംഗ് നല്ലതാണ്, ഹിപ്നോതെറാപ്പി നല്ലതാണ്. ഈ കൗൺസിലിംഗ് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ കോൺഷ്യസ് മൈൻഡുമായിട്ടേ വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. ഹിപ്നോതെറാപ്പിയിൽ നേരിട്ട് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ അടുത്ത് പോയിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ചില കാര്യങ്ങൾ നമുക്ക് കൗൺസിലിംഗ് ഇല്ലാതെ പറ്റത്തില്ല. ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂസായിട്ട് വന്നെന്ന് വെച്ചോ, ഈ വ്യക്തികളെ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് അവരുടെ ഡീപ്പ് ഡൗൺ സാധനങ്ങൾ മാത്രം മാറ്റിയിട്ട് കാര്യമില്ല. കൗൺസിൽ ചെയ്തിട്ട് അവരുടെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കുറച്ച് സജഷൻസും കാണും. അവിടെ ഹിപ്നോതെറാപ്പി മാത്രം ചെയ്തിട്ട് വല്ല കാര്യമുണ്ട്? രണ്ടും വേണ്ട സാഹചര്യമുണ്ട്. ഡീപ്പ് ട്രോമാസ് വരുന്ന സാഹചര്യത്തിനത്, PTSD, ആ ഒരു സമയത്തൊക്കെ ഹിപ്നോതെറാപ്പി നേരിട്ട് പോയി കഴിഞ്ഞാൽ നല്ലതാണ്. കൗൺസിലിങ്ങിൻ്റെ ഒരു ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ കൗൺസിലിംഗ് സെഷൻസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു വ്യക്തിയെടുത്ത് റാപ്പോ ബിൽഡ് ചെയ്യാൻ തന്നെ ഒരു 2 to 3 സെഷൻസ് എടുക്കും. ഒരു ചേഞ്ച് വരാനായിട്ടൊരു എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 20-something സെഷൻസ് വേണ്ടി വരും. സ്റ്റഡീസിൽ പറയുന്നതാണ്. 20 അല്ല, ഐ തിങ്ക് അബൌട്ട് 60 സെഷൻസ് ആണ് ഞാൻ ആ ഒരു ആർട്ടിക്കിളിൽ കണ്ടത് തന്നെ. ഹിപ്നോതെറാപ്പി റിലേറ്റഡ് ആർട്ടിക്കിളാണ്. ഹിപ്നോസിസ് സെഷൻസിൽ വരുമ്പോഴത്തേക്കും ഈ ഒരു മാറ്റം വരുന്നത് മേ ബി 1 to 6 സെഷൻസിൽ ഓവറോൾ ചേഞ്ചസ് കാണാൻ പറ്റും. കാരണം നമ്മളുടെ കോൺഷ്യസ്ലി നമ്മൾ പറയുന്ന സാധനത്തിൽ പോലും ഡീപ്പ് സബ് കോൺഷ്യസിൽ കുറേ കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. അതിൻ്റെ ഈ ഒരു ഇമോഷണൽ ട്രിഗേഴ്സ്, പാറ്റേൺസ്, കാര്യങ്ങളെല്ലാം കിടക്കുന്നുണ്ട്. അപ്പോൾ ആ സാധനം മനസ്സിലാക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അതല്ലേ എളുപ്പം. ഈ നമ്മൾ കുറേ കേട്ടിട്ടുണ്ട് മരിച്ചവരെ കാണാൻ പറ്റും ഹിപ്നോട്ടിസത്തിലൂടെ, നമുക്ക് മരിച്ചവരെ കാണാൻ പറ്റും. അങ്ങനെ ഒരു സ്റ്റേറ്റ് ഹിപ്നോട്ടിസത്തിലേക്ക് പോകുമ്പോഴേക്കും അത് ചെയ്യുന്നവർക്ക് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? സ്ട്രീറ്റ് ഹിപ്നോട്ടിസത്തിലാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വ്യക്തികൾക്ക് ട്രോമാസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കാരണം അവർ ഈ മരിച്ച വ്യക്തികൾ എന്ന് വെച്ചാൽ അവരുടെ ലൈഫിൽ നിന്ന് വിട്ടു പോയൊരു വ്യക്തിയാണ്. ഓൾറെഡി ആ വിട്ടുപോയ സമയത്ത് അവർക്കൊരു പെയിനുണ്ട്, ആ ഒരു ഇമോഷൻസിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. പിന്നെ ഒന്നുകൂടെ ഈ ഒരു ഇമോഷൻസിലേക്ക് തിരിച്ചു വരുന്ന ഒരവസ്ഥ എന്ന് ആലോചിച്ച് നോക്കെ. പിന്നീട് ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഒരു ട്രിഗർ വരാനും അവർ ഈ പറയുന്ന ഇമോഷണൽ ഡൗൺ സ്റ്റേറ്റിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും സ്ട്രീറ്റ് ഹിപ്നോസിസം ചെയ്യുമ്പോൾ ആ ഒരു മരിച്ച വ്യക്തികളെ കാണിക്കരുത് എന്നുള്ള രീതി ചെയ്യുന്നത്. തെറാപ്യൂട്ടിക് സെറ്റിങ്ങിൽ ആക്ച്വലി ചില സാഹചര്യങ്ങളിൽ, എല്ലാ കേസിലും അല്ല, ചില സാഹചര്യങ്ങളിൽ അത് വേണ്ടി വരും. എങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ്? ലൈക്ക് ഫോർ എക്സാമ്പിൾ ഒരു ക്ലയൻറ്റ് അവരുടെ പാരൻ്റ് മരിച്ചുപോയി, അല്ലെങ്കിൽ ഒരു വളരെ ക്ലോസ് പാർട്ട്ണർ മരിച്ചുപോയി. അപ്പോൾ the client is going to say like എനിക്ക് ആ വ്യക്തിയെടുത്ത് പറയാൻ കുറേ ഉണ്ടായിരുന്നു, എനിക്കത് പറയാൻ പറ്റാത്തതിൻ്റെ ഒരു ഡീപ്പ് സാഡ്നെസ്, ഒരു മെലങ്കോളിക്, ഒരു വല്ലാത്തൊരു ഫേസിൽ ഞാനിരിക്കുന്നു, അതെങ്ങനെ പ്രോസസ്സ് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിൽ ഈ കൗൺസിലിംഗ് ചെയ്യുന്നതിനെക്കാട്ടിയും ഈ തെറാപ്പി സെറ്റിങ്ങിൽ പോയിട്ട്, ഈ ഒരു ഹിപ്നോ തെറാപ്പി സെറ്റിങ്ങിൽ പോയിട്ട് ആ വ്യക്തിയെ കൺഫ്രണ്ട് ചെയ്യുകയും
അവർക്ക് പറയാനായിട്ടുള്ളതെല്ലാം പറഞ്ഞതിന് ശേഷം അവരെ റീസർഫേഴ്സ് ചെയ്തിട്ട് ആ ഒരു ഇമോഷനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ ഹിപ്നോതെറാപ്പിയിൽ ചെയ്യുന്ന സാഹചര്യത്തിനകത്ത് ഇവർക്ക് പ്രശ്നം വരത്തില്ല. സോ ഇൻ ദാറ്റ് കൈൻഡ് ഓഫ് എ സെറ്റിംഗ് ഇറ്റ്സ് ഓക്കെ ടു ഡു ദാറ്റ് ആൻഡ് ഓൺലി ഡു ദാറ്റ് വിത്ത് എ ട്രെയിൻഡ് പ്രൊഫഷണൽ. ഇപ്പോൾ അങ്ങനെ ചെയ്യുന്ന സാഹചര്യങ്ങളിലുണ്ടല്ലോ, ഇപ്പം നമ്മളൊരു ആത്മാവിനെ കാണുകയാണ്, അല്ലെങ്കിൽ ഒരു ആത്മാവിനെ കാണിക്കുകയാണ്, അല്ലെങ്കിൽ നേരത്തെ മരിച്ചു പോയിട്ടുള്ള അവരുടെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരാളെ നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് പിന്നീട് അവർക്ക് ഇങ്ങനെ ട്രോമയായിട്ട് നിന്നിട്ട് അവർക്ക് ഓക്കെ അവർ നമ്മളെ പിന്തുടരുന്നുണ്ട്, ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്തൊന്നും പോയിട്ടില്ല എന്നുള്ളൊരു തോന്നലിലേക്കൊക്കെ വരാനായിട്ടുള്ളൊരു സാഹചര്യമില്ലേ? ഉണ്ട്, സാഹചര്യമുണ്ട്. കാരണം എന്ന് പറയുന്നത് ലൈക്ക് ഓൾറെഡി അവർ പ്രോസസ്സ് ചെയ്യാനായിട്ട് എന്ന് വെച്ചാൽ ആ വ്യക്തി മരിച്ചതിന് ശേഷം കുറേ കാലങ്ങൾക്ക് ശേഷം പ്രോസസ്സ് ചെയ്തതാണ്. കുറേ കാലങ്ങളല്ല, ചിലപ്പോൾ കുറച്ച് ദിവസങ്ങളായിരിക്കാം. എനിവേ ദേ പ്രോസസ് ദാറ്റ് ഇമോഷൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ കാണുകയാണല്ലോ. അപ്പോൾ എൻ്റെ അടുത്തുണ്ടോ അത് ഡിപ്പെൻഡിങ് ഓൺ ദ ബിലീഫ് സിസ്റ്റം ദാറ്റ് പേഴ്സൺ ഈസ് ഹാവിങ്. ലൈക്ക് ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എനർജീസ് അല്ലെങ്കിൽ ഒരു പ്രേതങ്ങൾ ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്ന ആ ഒരു ബിലീഫ് പണ്ട് തൊട്ടേ നമ്മുടെ കുട്ടിക്കാലത്ത് തൊട്ടേ അമ്മമാരൊക്കെ പറഞ്ഞു കൊടുക്കുന്ന അവിടെ പ്രേതമുണ്ട് നീ അവിടെ പോരുതെന്നൊക്കെ പറയുന്ന ഒരു ഇതിനകത്താണ് നമ്മളുടെ ആ ഒരു ജനറേഷൻ വളർന്നു വന്നത്. പുതിയൊരു ജനറേഷൻ്റെ ഉള്ളിലാണെങ്കിലും കുറച്ചൊക്കെ അതിൻ്റെ ഒരു പാർട്ട് കൊടുക്കുന്നുണ്ട്, നെഗറ്റീവ് എനർജീസ് ഉണ്ടെന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരു ഏരിയയിൽ അങ്ങനെയുള്ള ഒരു എറയിലേക്ക് ഈ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ ഈ വ്യക്തി പോയിട്ടില്ല എന്നുള്ളത് അവിടെ കിടക്കുകയും അതൊരു ഡീപ്പർ ട്രോമയിലേക്ക് വരികയും ഇടയ്ക്കിടയ്ക്ക് ആ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുകയും ചെയ്യും. ആ പ്രസൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് ഒരു പാറ്റേൺ കാണിച്ചു കൊടുക്കുന്നതാണ്. ലൈക്ക് എ ഫീലിംഗ് ഓഫ് ലോൺലിനെസ്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ മിസ് ചെയ്യുന്ന ആ ഒരു ഇതാണ് ആ ഒരു പ്രസൻസ് കൊണ്ട് അവർക്ക് തോന്നിക്കുന്നത്. ഇപ്പം എൻ്റെ ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരാൾ മരിച്ചു എന്ന് വിചാരിക്കാം. പക്ഷെ ഞാൻ സ്വപ്നത്തിൽ അയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡ്രീമിൽ കാണുന്നുണ്ട്. പക്ഷെ അത് പോകെയുള്ള ദിവസങ്ങളിൽ അത് നടക്കുന്നുമുണ്ട്. അപ്പോൾ ഞാൻ ഓഫ് കോഴ്സ് ഞാൻ വിചാരിക്കുമല്ലോ ഈ ആത്മാവ് എന്നുള്ളൊരു സംഭവം ഉണ്ട് എന്നുള്ളത്. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ നടക്കുന്നത്? ഈ വ്യക്തി എന്ന് പറയുന്നത് വളരെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ്. വളരെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ എന്ന് പറയുന്നതായിട്ട് തോന്നുന്നത്. You know that person for a very long time. You know that what that person might be telling you. അതുള്ളിൽ കടക്കുന്നതുകൊണ്ടാകാം മേ ബി ഇങ്ങനെ ഒരു ഇത് വരുന്നത്. ഡിപ്പെൻഡിങ് ഓൺ പേഴ്സൺ. ലൈക്ക് അവരുടെ ഒരു ക്ലോസ്നെസ് വെച്ചിട്ട് അങ്ങനെ ഇത് വരാറുണ്ട്. മേ ബി ഒരു അതിൻ്റെ കൂട്ടത്തിലൊരു പാറ്റേൺ പോലെ പറഞ്ഞ പോലെ വന്ന് ഭവിക്കുന്നു എന്ന് കൂടെ ആവുമ്പോഴത്തേക്കും മേ ബി അത് കോയിൻസിഡൻ്റലാവാം. പക്ഷെ അങ്ങനെ കോയിൻസിഡൻ്റലി വന്ന് വായിക്കുന്ന സമയത്തേക്ക് നമ്മളത് ഓക്കെ ഇത് ഇന്ന രീതിയിലല്ലേ വന്ന് ഡ്രീമിൽ പറഞ്ഞത്, ഇത് ഇങ്ങനെയാണല്ലോ, ശരിക്കും പറഞ്ഞാൽ ആൾ എൻ്റെ അടുത്ത് വന്ന് തന്നെ പറഞ്ഞതല്ലേ, എന്താ ശരിക്കും നടക്കുന്നത്, ഇപ്പോൾ പ്രേതം ശരിക്കും ഉണ്ടല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ. ഇറ്റ്സ് ബിക്കോസ് ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ടെല്ലിങ് യു അബൌട്ട് ദിസ് പേഴ്സൺ. ലൈക്ക് ആ ഒരു വ്യക്തിയുടെ മിസ്സിങ് ആ ഒരു ഇമോഷനാണ് ശരിക്കും പറഞ്ഞാൽ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ ആത്മാക്കൾ എന്നുള്ള കാര്യത്തിൽ ഗോവിന്ദ് വിശ്വസിക്കുന്നില്ല? ഒരു തെറാപ്പിസ്റ്റ് എന്നുള്ള നിലയിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും ലൈക്ക് ഈ ആത്മാക്കളായിട്ട് നമുക്ക് തോന്നുന്നത് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെ തോന്നിപ്പിക്കുന്ന ഒരു ഫീലിംഗ് ആണ്. ഒരു ഫിയർ ആകാം, ഒരു ലോസ് ആകാം, ഒരു ഡീപ്പ് ഇമോഷണൽ പാറ്റേൺ അവിടെ കിടക്കുന്നതാണ് ഈ പറയുന്ന പ്രസൻസ് എന്നുള്ള നിലയിൽ, ഒരു ആത്മാവ് എന്നുള്ള നിലയിൽ തോന്നുന്നത്. അത്രേ ഉള്ളൂ. ഇല്ലാണ്ട് അങ്ങനത്തെ ഒരു സോളുണ്ട് അല്ലെങ്കിൽ അത് പ്രതികാരം ചെയ്യും അങ്ങനത്തെ ഉള്ളൊരു കാര്യങ്ങളൊന്നും വിശ്വസിക്കുന്നൊന്നുമില്ല. നമ്മുടെ ഈ ഹിന്ദുസം ഒക്കെ പറയുന്നത് പോലെ അല്ലെങ്കിൽ പല മതങ്ങളും ഒക്കെ പറയുന്നത് പോലെ ഇന്നതുപോലെയൊക്കെ ചെയ്യണം, കർമ്മങ്ങളൊക്കെ ചെയ്യണം, നല്ല ആത്മാക്കളൊക്കെ വിട്ടുപോകുള്ളൂ, അങ്ങനത്തെ ആചാരങ്ങളിലും അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ല. വിശ്വാസമുണ്ടോയെന്ന് വെച്ചാൽ ചെയ്യാറുണ്ട്. എന്താ പല മതവിശ്വാസങ്ങളിലും ഓരോന്നും ഡിഫറെൻ്റ് ആണ്. ഉണ്ടാകുമായിരിക്കാം. ഓക്കെ. ഇപ്പൊ നമ്മുടെ ഈ ഇന്നർ ചൈൽഡിന് ഉണ്ടാകുന്ന കുറേ ട്രോമാസ് ഉണ്ടല്ലോ, അത് നമ്മൾ കുറേ നാൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് കുറേയൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര പെയിൻഫുള്ളോട് കൂടി നമ്മൾ ഓർക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഹീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടി വരും? ഇന്നർ ചൈൽഡ് ഹീലിംഗ് എപ്പോഴും ഒരു ഹിപ്നോട്ടിക് സെറ്റിങ്ങിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഹിപ്നോട്ടിക് സെറ്റിങ്ങിൽ വരുമ്പോഴത്തേക്കും ആ ഒരു ഡീപ്പ് ഡൗൺ ആ ഒരു മൊമെൻ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നു. അവിടെ പോയിട്ട് ചെയ്യുന്ന കുറച്ച് പോസിറ്റീവ് സൈക്കോളജി ടൂൾസ് ഉണ്ട്. ഒന്ന് കൺസോൾ ചെയ്യുക, ആ ഒരു ചൈൽഡിനെ തന്നെ കൺസോൾ ചെയ്യുക, അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന രീതി മാറ്റുക,
ദർ ആർ ഓൾസോ ടെക്നിക്സ് ലൈക്ക് യു ബിക്കം ദ പേരൻറ്റ് ടു ദാറ്റ് ചൈൽഡ്. അത്രത്തോളം നമ്മൾ ആ ഒരു ചൈൽഡിനെ കംഫേർട്ട് ചെയ്ത് കൺസോൾ ചെയ്ത് ഒരു ചേഞ്ച് അവിടെ കൊണ്ടുവരികയാണ്. അണ്ടിൽ ദാറ്റ് ചൈൽഡ് ബിക്കംസ് ഹാപ്പി. അതാണ് ആ ഒരു ഇന്നർ ചൈൽഡ് ഹീലിങ്ങിനകത്ത് നടക്കുന്നത്. ഓൾസോ ദർ ആർ അതർ ടൂൾസ് ദാറ്റ് വി ക്യാൻ ആഡ്, ബട്ട് ദ ഈസിയസ്റ്റ് തിങ് ദാറ്റ് ഐ യൂസ് ടു ഡു ആൻഡ് ഐ ലേൺ ടു ഡു ഈസ് ലൈക്ക് ദിസ്. അതായത് ഒരു റീപാരന്റിങ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. റീപാരന്റിങ് ആണ് വൺ ടെക്നിക്ക്. റീപാരന്റിങ് ചെയ്യാം, പിന്നെ അല്ലാതെ ആങ്കറിങ് ചെയ്യാം. ആങ്കറിങ് ടെക്നിക്ക് ചെയ്യുന്നത് കുറേ മാറ്റങ്ങൾ വരുത്താറുണ്ട്. ഓൾസോ ദർ ആർ അതർ ടൂൾസ് ലൈക്ക് ജേർണലിങ്. ആ ഒരു ഇന്നർ ചൈൽഡിനെ തന്നെ പുറത്ത് കൊണ്ടുവന്നിട്ട് ലൈക്ക് പ്രസൻറ്റ് ലൈഫിലുള്ള ആ ഒരു വ്യക്തി ജേർണൽ ചെയ്യുന്നു. അങ്ങനെയുള്ള കുറേ ടെക്നിക്സ് നമുക്ക് ആക്ച്വലി ആഡ് ചെയ്യാം. ഡിപ്പെൻഡിങ് ഓൺ ദ തെറാപ്പിസ്റ്റ് ആണ് ആ ഒരു ടൂൾ അവർ ആഡ് ചെയ്യുന്നത്. ഫോർ മീ, ഞാനത് അത്രത്തോളം ഞാൻ പഠിച്ചത് ആക്ച്വലി മാരിസ പിയറിൻ്റെ അണ്ടറിലാണ്. റാപ്പിഡ് ട്രാൻസ്ഫോർമേഷൻ തെറാപ്പി എന്ന് പറയുന്ന ടെക്നിക്കാണ്. അപ്പോൾ അതിനകത്ത് ബേസിക്കലി ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും യു സീ ദ ചൈൽഡ്, യു അണ്ടർസ്റ്റാൻഡ് ദ ഇമോഷൻ ഓഫ് ദ ചൈൽഡ്. ആ ഒരു കുട്ടിയുടെ ഇമോഷൻ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുന്നു. ആ ഒരു സാഡ് ഇമോഷനിലേക്ക് പോകുന്നു. എന്തുകൊണ്ട് സാഡായെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവിടെ നടത്തുന്ന കുറച്ച് ട്രാൻസ്ഫോർമേഷൻസ്. പിന്നീട് ഈ ഒരു റീപാരൻറ്റിങ് ടെക്നീക്ക് യൂസ് ചെയ്തിട്ട് ആ ഒരു ഇമേജിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന രീതി വ്യത്യാസപ്പെടുത്തി കൊടുക്കുകയാണ്. ആ കുട്ടി അത് അങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതെന്നും നൗ ദ ചൈൽഡ് ഈസ് ഹാപ്പി എന്നുള്ളതും കണ്ടതിന് ശേഷം മാത്രമേ ആ തെറാപ്പി സെറ്റിംഗ് എൻഡ് ചെയ്യത്തുള്ളൂ, തെറാപ്പി സെഷൻ തന്നെ എൻഡ് ചെയ്യത്തുള്ളൂ. ഈ ആ ഒരു സമയത്തുണ്ടാവുന്ന കുട്ടിക്കാലത്തുണ്ടാവുന്ന ഈ ട്രോമാസ് കൊണ്ടിട്ട് നമുക്ക് പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ഡിപ്രഷനും ആൻസൈറ്റി അങ്ങനത്തെ ഓവർ തിങ്കിങ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഇല്ലേ? വെരി ഹൈ. കുറേ കേസസ് ഉണ്ട് ആക്ച്വലി അതേപോലെ വന്നിട്ടുണ്ട്. വൺ സച്ച് കേസ് ഈസ് എ ബിഞ്ച് ഈറ്റിംഗ്, സ്ട്രെസ് ഈറ്റിംഗ്. ഈ വ്യക്തി ഷീസ് ഇൻ ഹർ 40s. സ്ട്രെസ് ഈറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് സെഷൻ വരുന്നത്. ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറഞ്ഞിട്ടല്ല വന്നത്. റിഗ്രസ് ചെയ്ത് പോയപ്പോഴത്തേക്കും വെൻ ദ ചൈൽഡ് വാസ് ലൈക്ക് 5 years old, 5 വയസ്സുള്ളപ്പോൾ ഫാദർ കൊടുത്തൊരു പണിഷ്മെൻറ്റാണ്. എന്ന് വെച്ചാൽ ഏതൊരു ഗസ്റ്റിൻ്റെ വീട്ടിലെങ്ങാണ്ട് പോയപ്പോഴത്തേക്കും എന്തോ സ്നാക്സും കണ്ട് കഴിച്ചപ്പോഴത്തേക്കും എക്സ്ട്രാ സ്നാക്സും കണ്ടെടുത്ത് കഴിച്ചു. അപ്പോൾ അത് ഫാദറിന് ഇഷ്ടപ്പെട്ടില്ല. വീട്ടിൽ വന്നപ്പോഴത്തേക്കും എ ലോട്ട് ഓഫ് ദിസ് സ്നാക്ക് മേടിച്ച് കൊടുത്തിട്ട് എനിക്ക് പഴം ഒരു 2 കിലോ മേടിച്ചിട്ട് ഇപ്പോൾ ഇതിരുന്ന് കഴിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. എന്നും കഴിപ്പിച്ചു. അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടായൊരു ബിലീഫ് എന്ന് പറഞ്ഞാൽ ഐ ക്യാൻ ഡു ഇറ്റ്. ഇത് പറഞ്ഞപ്പോഴത്തേക്കും എനിക്കിത് ചെയ്യാൻ പറ്റുന്നുള്ളൊരു തോന്നൽ വന്നു. മുന്നോട്ടേക്ക് പോയപ്പോഴത്തേക്കും എന്ത് സ്ട്രെസ്ഫുൾ ഇവൻറ്റ് വന്നു കഴിഞ്ഞാലും ഞാനിങ്ങനെ കഴിച്ച് തീർക്കുമ്പോഴത്തേക്കും എനിക്കത് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു ബിലീഫ് അവിടെ ഫോമായി. ദിസ് ഇസ് വൺ സച്ച് ഇൻസിഡൻറ്റ്. അല്ലാതെ വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ IBS എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ വന്നത്. അതും ഇതേപോലെ വന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് പുറത്ത് ആ ഒരു കുട്ടി പുറത്തെവിടെ പോയപ്പോഴത്തേക്കും ഒരു ഹ്യൂമിലിയേറ്റിംഗ് ആയിട്ടുള്ളൊരവസ്ഥ ഫേസ് ചെയ്യേണ്ടി വന്നു. അത് ഫേസ് ചെയ്തതുകൊണ്ട് മാത്രം എനിക്ക് പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും ഐ നീഡ് ടു ഗോ ടു ദിസ് വാഷ്റൂം ഫ്രീക്വൻ്റ്ലി, ട്രാവലിംഗ് പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ വന്നു. ഈ IBS ആണെന്നുണ്ടെങ്കിൽ അതങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും. ഈ ഇങ്ങനെയുള്ള സെഷൻസ് വരുന്ന ആൾക്കാർ ഇന്നതാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് അറിയുണ്ടാവില്ലല്ലോ. ഇപ്പം സംസാരിക്കുമ്പോൾ കൺസൾട്ട് ചെയ്യുമ്പോൾ മാത്രമാണല്ലോ ഇത് ഇന്ന പ്രശ്നം കൊണ്ടിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതെങ്ങനെ ആക്ച്വലി ഹീൽ ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്? നമ്മൾ തെറാപ്പി സെറ്റിങ്ങിൽ തെറാപ്പി സെഷനിലേക്ക് പോകുമ്പോൾ മാത്രമേ നമ്മൾ ഇവരുടെ ട്രോമ ഇതാണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. ആസ് ഐ ടോൾഡ് ഏർലിയർ, ഈ വ്യക്തി എൻ്റെ അടുത്ത് വന്നത് സ്ട്രെസ് ഈറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. സ്ട്രെസ് ഈറ്റിംഗ് മാറ്റണം എന്നുള്ളത് പറഞ്ഞിട്ട് വേണ്ടി മാത്രമാണ്, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് ഇന്നർ ചൈൽഡ് ഹീലിംഗ് വേണമെന്നോ എനിക്ക് ഇന്ന രീതിയിലുള്ള സെഷൻ വേണമെന്നോ പറഞ്ഞിട്ടൊന്നും ആയിരിക്കത്തില്ല. അവിടെ വന്നിട്ട് സ്ട്രെസ് ഈറ്റിങ്ങിനെ പറ്റിയിട്ട് സംസാരിക്കും. ലൈക്ക് ജനറലി ഒരു ഇൻടേക്ക് പോലെ ഒന്ന് സംസാരിക്കും. ഈ ഇൻടേക്ക് സംസാരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ചൈൽഡ്ഹുഡിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് കിട്ടും കുറച്ചൊക്കെ. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും നമുക്ക് ചൈൽഡ്ഹുഡിലോട്ട് പോകുന്നത്. റിഗ്രഷൻ ആണ് പ്രോസസ്സിന് പറയുന്നത്, ഇമോഷണൽ റിഗ്രഷൻ. ആ ഒരു ഇമോഷണൽ സ്റ്റേറ്റിലേക്ക് ബാക്കിലേക്ക് പോവാം. അപ്പോൾ ആ ഒരു ഇമോഷനിലേക്ക് പോകുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് എന്താണ് ഇൻസിഡൻ്റ് എന്നുള്ളത് വളരെ വ്യക്തതയോടെ കാണിച്ചു തരും. ഇന്നതാണ് നടന്നുള്ളത്, ഈ ഒരു ഇൻസിഡൻ്റ് ആണ് അവിടെ നടന്നിട്ടുള്ളത്, അത് കാരണമാണ് ഈ ഒരു ബിലീഫ് സിസ്റ്റം ഫോം ചെയ്തേക്കുന്നത്. എന്താണ് ആ ബിലീഫ് സിസ്റ്റം എന്നുള്ളത് വരെ നമ്മൾ ആ ഒരു നിമിഷം മനസ്സിലാക്കും. കാരണം ഇപ്പോൾ ബിലീഫ് സിസ്റ്റം ഫോം ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കുട്ടിയെ അച്ഛൻ വന്ന് അടിച്ചത് കൊണ്ട് ട്രോമ വന്നു എന്നുള്ളതായിരിക്കാം വന്നേക്കുന്നത്. ബട്ട് ഇൻ റിയാലിറ്റി ദ ബിലീഫ് വാസ് അടിച്ചതല്ല ട്രോമ, ഈ അടിച്ചത് വേറൊരാൾ കണ്ടു, കുറച്ച് ഓഡിയൻസ് കണ്ടു, അതായിരിക്കും ട്രോമ.
അപ്പം ബിലീഫ് എന്താണ് ആ ഒരു ബിലീഫ് എന്നുള്ളത് വ്യക്തതയോടെ മനസ്സിലാക്കണം. ആ ബിലീഫ് മനസ്സിലാക്കിയിട്ട് അതിനുശേഷം അതിനെ റീഫ്രെയിം ചെയ്യാം, റിലീസ് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. അത് നെക്സ്റ്റ് സ്റ്റെപ്പാണ്. അതായത് ഒന്നിൽ കൂടുതൽ പ്രശ്നങ്ങൾ ട്രോമാസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പം ചിലപ്പോൾ ഈ സ്നാക്ക് കഴിപ്പിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ആരുടെയെങ്കിലൊക്കെ മുമ്പിൽ വെച്ച് അടിച്ചതായിരിക്കാം. അങ്ങനെ ഒന്നിൽ കൂടുതൽ സംഭവങ്ങൾ ഇതുപോലെ ആ ഒരു കുട്ടിയുടെ ലൈഫിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഒരു കൺസൾട്ടേഷന് വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് അവരുടെ യഥാർത്ഥ പ്രശ്നം എന്നുള്ളത് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? നമ്മൾ ഇൻടേക്ക് എടുക്കുമ്പോഴത്തേക്കും ഓരോ പ്രശ്നങ്ങൾ വെച്ചിട്ടാണ് ഇതെടുക്കുന്നത്. ഇൻടേക്കിന് ശേഷം അവരുടെ അടുത്ത് പറയും വാട്ട് ഈസ് യുവർ പ്രസൻറ്റിംഗ് പ്രോബ്ലം എന്നുള്ളത് ചോദിക്കും. ഈ പ്രോബ്ലത്തിനനുസരിച്ചുള്ള സെഷനായിരിക്കും നമ്മളവിടെ ചെയ്യുന്നത്. ചില ഇഷ്യൂസ് ലൈക്ക് അവർ ആ ഇൻടേക്ക് ഫോമിൽ തന്നെ ചെക്ക് ചെയ്യും, ഇന്ന രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് പറയുന്നൊരു കാര്യമാണ്, ഫസ്റ്റ് ഹാവ് ദിസ് ചേഞ്ച്, വെയിറ്റ് ഫോർ 2 to 3 weeks, എന്നിട്ട് കം ബാക്ക് ഫോർ ദ നെക്സ്റ്റ് സെഷൻ ഫോർ ദിസ് അതർ പ്രോബ്ലം. ബട്ട് ചില പ്രശ്നങ്ങൾ ഒരു സിംഗിൾ ഇൻസിഡൻറ്റ് കാരണം ഉണ്ടായിരിക്കുന്നതും ആവാം. കോൺഫിഡൻസ് ഇഷ്യൂ, കോൺസെൻട്രേഷൻ ഇഷ്യൂ, ബിഞ്ച് ഈറ്റിംഗ്, മേ ബി മോട്ടിവേഷൻ, അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ, എക്സാം ഫിയർ, ഇതെല്ലാം മേ ബി കണക്റ്റഡ് ടു വൺ ഇൻസിഡൻറ്റ്. അത് നമ്മൾ ആ റിഗ്രസ് ചെയ്ത് പോകുമ്പോൾ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഈ ഓവർ തിങ്കിങ്ങിൻ്റെ ഇഷ്യൂവിൽ ഇതെങ്ങനെയാണ് വർക്ക് ആവുന്നത്? അതും ചൈൽഡ്ഹുഡ് ട്രോമ തന്നെയായിരിക്കും? പറയാൻ പറ്റില്ല, മേ ബി ആയിരിക്കാം. ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളും ഉണ്ട്. ചൈൽഡ്ഹുഡിൽ നിന്ന് മാത്രം പറയാൻ പറ്റത്തില്ല. ഓൾഡർ ഏജസിലാണെന്നുണ്ടെങ്കിലും ഉണ്ടാകുന്ന കുറേ ഇഷ്യൂസ് ഓവർ തിങ്കിങ്ങിലേക്ക് ലീഡ് ചെയ്യാം, ആങ്സൈറ്റിയിലേക്ക് ലീഡ് ചെയ്യാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടാകുന്ന ഏറ്റവും കൂടുതലുള്ളൊരു പ്രശ്നമായിരിക്കും ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ ആക്ച്വലി സോൾവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കൊക്കെ പോകുമ്പോൾ ഇതൊരു പാറ്റേൺ ആയിട്ട് മാറുമല്ലോ. ഓക്കെ, ഓവർ തിങ്ക് ചെയ്യുന്ന ആൾ ഭയങ്കര ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരാളാണ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ആയാൽ പോലും പിന്നീടും ആ ഒരു റിലേഷൻഷിപ്പിൽ അവർ ഒരു അഷ്വറൻസ് ആയിരിക്കും വിചാരിക്കുന്നത്. പക്ഷെ അതല്ലാതെ റിപ്പീറ്റഡ്ലി ആ പാറ്റേൺ തന്നെ പോകുമ്പോഴേക്കും ഈ ആൾക്ക് ഭയങ്കര ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരാളാണെന്നുള്ളത് അവർക്ക് തന്നെ തോന്നുന്ന ഒരവസ്ഥയിലേക്ക് എത്തില്ലേ? ഇത് മാറാൻ ആക്ച്വലി എന്താ ചെയ്യുക? അതിനും ഹിപ്നോതെറാപ്പി സെഷൻ തന്നെയാണ് ചെയ്യേണ്ടത്. അത് ആക്ച്വലി ജനറേഷണൽ ട്രോമ എന്നുള്ള രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ പറയാം. അല്ലെങ്കിൽ ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസിഡൻസ് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി, അത് കഴിഞ്ഞ് വേറൊരു ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് അതേപോലെ ദാറ്റ്സ് വാട്ട് യു മെന്റ് റൈറ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവരുടെ ബിലീഫ് ഫോം ചെയ്യുകയാണ്. ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെയാണ് എന്നുള്ളൊരു ബിലീഫാണ് അവിടെ ഫോം ആവുന്നത്. അവിടെയും നമ്മൾ അവരുടെ ഇമോഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം, ആ ഒരു ബിലീഫ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. വി ഹാവ് ടു ഗോ ഇൻ ടു ദെയർ സബ് കോൺഷ്യസ് മൈൻഡ് ടു സീ വാട്ട് ഇസ് ഗോയിങ് ഓൺ, വേ ദിസ് എമേർജ് ഫ്രം. ചിലപ്പോൾ ഈ ഒരു വ്യക്തി ഈ പാറ്റേൺ ഡെവലപ്പ് ചെയ്തത് ഈ വ്യക്തിയുടെ ഉള്ളിലുള്ള ഇഷ്യൂ ആയിരിക്കാം. അട്രാക്ടിങ് എ പാർട്ട്ണർ ഹു ഹാസ് ദീസ് കൈൻഡ് ഓഫ് ഇഷ്യൂസ്, അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, ലൈക്ക് ദർ വാസ് ദിസ് വൺ കേസ് ദാറ്റ് ഐ ഹാഡ്. വന്ന വ്യക്തി എന്ന് പറയുന്നത് എൻ്റെ ലൈഫിലുള്ള വരുന്ന എല്ലാ പാർട്ട്നേഴ്സിനെയും ഞാൻ ഇങ്ങനെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരിക്കണം. ഐ ഡോണ്ട് നോ വൈ ഇറ്റ്സ് ഹാപ്പനിങ്, പക്ഷേ ഞാൻ ഇങ്ങനെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പറയുന്നത്. തേർഡ് റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്താണ് ദ പേഴ്സൺ അപ്രോച്ച് മീ. അപ്പോൾ വന്നിട്ട് റിഗ്രസ് ചെയ്തപ്പോഴത്തേക്കും ചൈൽഡ്ഹുഡിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു ബിലീഫാണ് ഐ നീഡ് ടു ടേക്ക് കെയർ ഓഫ് മൈ ലവ്ഡ് വൺസ് എന്നുള്ളത്. അതവിടെ കടന്നു. അത് ട്രിഗർ ആയത് റിലേഷൻഷിപ്പ് വന്ന സമയത്താണ്. റിലേഷൻഷിപ്പിൻ്റെ പുറത്തുള്ള അവസ്ഥയിൽ ഒരു പ്രശ്നവുമില്ല. വൺസ് ദേ ആർ ഇൻ ദാറ്റ് റിലേഷൻഷിപ്പ്, ആ ഒരു ഇമോഷണൽ ഇതൊക്കെ വന്ന സമയത്തേക്കും ഇറ്റ് ട്രിഗേർഡ്. ഐ ഹാഡ് ടു ബി ലൈക്ക് ദാറ്റ്. അപ്പോൾ ഈ ട്രിഗർ എന്ന് പറയുമ്പോഴത്തേക്കും ലൈക്ക് എന്തോ ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് ഉണ്ടാവണമെന്നൊന്നുമില്ല. ഇങ്ങനൊരു സാധനം തന്നെ ഒരു ട്രിഗറാണ്. എന്ന് വെച്ചാൽ ഞാൻ ഒരു റിലേഷൻഷിപ്പിൽ പോയി എന്നുള്ളത് തന്നെ ഒരു ട്രിഗറാണ്. മേ ബി ഒരു ഇമേജ് കാണുന്നതായിരിക്കാം, എന്തെങ്കിലും ഒരു ഇമേജ് കാണുന്ന അതൊരു ട്രിഗർ കൊണ്ടുവരാം.